നമസ്കാരം നക്ഷത്രാസ് വ്ലോഗിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ പേപ്പർ ക്യാരി ബാഗ് പല മോഡലിലുള്ളത് ചെയ്യുന്നതിൻ്റെ വീഡിയോസ് ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. പേപ്പർ ക്യാരി ബാഗ് എങ്ങനെയാണ് നമ്മുടെ ബിസിനസ് തുടങ്ങുന്നത്, എങ്ങനെയൊക്കെയാണ് ചെയ്യണം എന്നുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോസ് നമ്മൾ നേരത്തെ ഒരുപാട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കാണാൻ ആരും മറക്കരുത്. അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്ക് പ്രയോജനപ്രദമായ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഈ ചാനലിലൂടെ പറയുന്നുണ്ട്. അപ്പോൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇന്ന് എന്താ നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്രിസ്മസ് സീസണൊക്കെ ആണല്ലോ. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ക്രിസ്മസിൻ്റെ ഗിഫ്റ്റ് ബാഗുകൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, അത് കാണണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നത് ക്രിസ്മസിൻ്റെ വൈനൊക്കെ നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. മിക്കവാറും വീടുകളിലൊക്കെ വൈൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ വൈൻ ബോട്ടിൽസ് ഇടാൻ വേണ്ടിയിട്ടുള്ള ക്യാരി ബാഗുകൾ എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കണ്ടോളൂ. നമുക്ക് ഇത്തരത്തിലുള്ള ബാഗുകൾ, അതായത് കേക്ക് ബാഗ്, വൈൻ ബോട്ടിലിൻ്റെ ബാഗുകൾ, ഗിഫ്റ്റ് ബാഗ്സ്, ഇതൊക്കെ ഒരു സീസണൽ സെയിലുള്ള സാധനങ്ങളാണ്. മാത്രമല്ല എല്ലാവരും ഒന്നും ചെയ്യുന്ന കാര്യമല്ല. പേപ്പർ ക്യാരി ബാഗ് എന്ന് പറയുമ്പോഴേ കൂടുതൽ ആൾക്കാരും ഈ ടെക്സ്റ്റൈൽസും ജ്വല്ലറി ബാഗ്സും ഒക്കെ ചെയ്യത്തുള്ളൂ. അപ്പോൾ അധികം ആരും ചെയ്യാത്ത തരത്തിലുള്ള ബാഗ്സ് വളരെ വെറൈറ്റി ആയിട്ട് നമ്മൾ ചെയ്യുമ്പോഴാണ് നമ്മൾ ആ മേഖലയിൽ വ്യത്യസ്തത നേടുന്നത്. അപ്പം നമുക്ക് എല്ലാ സീസണിലും സ്ഥിരമായിട്ട് വരാറുള്ളതാണ് ഈ വൈൻ ബോട്ടിൽ ഇട്ട് കൊടുക്കാൻ പറ്റുന്ന ബാഗ്സിൻ്റെ ഓർഡർ. കഴിഞ്ഞ തവണ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു, അതിൻ്റെ വീഡിയോ ഞാൻ മുമ്പ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പം നമ്മൾ ഒന്നും കൂടി ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ മാർക്കറ്റ് കണ്ടെത്താൻ വളരെ ഈസിയാണ്. സീസണലിൽ മാത്രം കിട്ടുന്ന ഒരു ഓർഡറാണ്. അപ്പോൾ സീസണിൽ നല്ല രീതിയിൽ ഓർഡർ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഏറ്റവും കൂടുതൽ സെയിൽ നടക്കുന്ന ബേക്കറികൾ, സൂപ്പർ മാർക്കറ്റുകൾ, അതുപോലെ ഹോം ബേസ്ഡ് ആയിട്ട് വൈൻ ഉണ്ടാക്കി കൊടുക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. അവർക്ക് ഒക്കെ ഈ ബാഗ് ആവശ്യം വരും. അപ്പോൾ ആ ഒരു ഏരിയ ഒക്കെ കോൺസെൻട്രേറ്റ് ചെയ്ത് നിങ്ങൾ ഓർഡർ എടുത്തു കഴിഞ്ഞാൽ ഈ സീസണിൽ നല്ല വർക്ക് കിട്ടാനായിട്ട് സാധ്യതയുണ്ട്. അപ്പം ഇതൊന്നും മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള സാധനമല്ല. വൈൻ ബോട്ടിൽ ഇട്ട് കൊടുക്കാനുള്ള പ്രത്യേക തരത്തിലുള്ള ബാഗ്സ് ഒന്നും മാർക്കറ്റിൽ അവൈലബിൾ അല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് കൊടുത്താൽ തീർച്ചയായിട്ടും ഇതിന് നല്ല വിപണന സാധ്യതയുണ്ട്. അപ്പോൾ വൈൻ ബോട്ടിൽ ഇടാൻ പറ്റുന്ന ബാഗ് ഞാനൊരു ഡെമോ കാണിച്ചു തരാം. അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമ്മൾ ചെയ്യുന്ന കൂട്ടത്തിൽ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ വൈൻ ബോട്ടിൽ ഇടാൻ പറ്റിയ ബാഗ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള പേപ്പേഴ്സാണ് എടുത്തിരിക്കുന്നത്. ഇത് ബ്രൗൺ ക്രാഫ്റ്റ് പേപ്പറാണ്. ബ്രൗൺ ക്രാഫ്റ്റ് പേപ്പർ നമുക്ക് ഇന്ത്യൻ പേപ്പറും കിട്ടും, അതേപോലെ ഇമ്പോർട്ടഡ് ക്രാഫ്റ്റ് പേപ്പറും അവൈലബിൾ ആണ്. ഇമ്പോർട്ടഡ് ക്രാഫ്റ്റ് പേപ്പർ എടുക്കുന്നതാണ് എപ്പോഴും നല്ലത്. ഇപ്പോൾ ഈ ഒരു പേപ്പറിന് ഏകദേശം ഒരു 21 ഇഞ്ച് ആ ഒരു രീതിയിലാണ് ഇതിൻ്റെ അളവുള്ളത്. ഓക്കെ, കുഴപ്പമില്ല, അത് മതി, നമുക്ക് റെഡിയാക്കാം. അതേപോലെ ഇതിൻ്റെ ഹൈറ്റ് വരുന്നത് 16 ഇഞ്ചാണ് ഹൈറ്റ് വരുന്നത്. അപ്പോൾ നമുക്ക് ഉണ്ടാക്കി തുടങ്ങാം. നമ്മൾ നേരത്തെ എല്ലാ ബാഗുകളും ചെയ്യുന്നത് പോലെ തന്നെ 1 ഇഞ്ച് ഫസ്റ്റ് ഫോൾഡിങ് ചെയ്യുക. ഇവിടെ കറക്റ്റ് ലെവലിലാണോ എന്ന് നോക്കുക. ഇങ്ങനെ പിടിക്കുക, ഇങ്ങനെ വലിക്കുക, ഇത്രയും കാര്യമേ ഉള്ളൂ. നമ്മുടെ ഫസ്റ്റ് ഫോൾഡിങ് കിട്ടും. ശേഷം ഇവിടേക്ക് വയ്ക്കുക, അകത്തേക്ക് കയറ്റുക, ഇങ്ങനെ വെച്ച് മടക്കുക. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ഈ സൈഡ് ഒട്ടിക്കാം. പശ തേക്കേണ്ടത് എങ്ങനെയൊക്കെയാണെന്ന് മുമ്പും പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ആദ്യം ഒരു പാത്രത്തിലേക്ക് പശ എടുത്ത് ചെറുതായിട്ടൊന്ന് ഡൈല്യൂട്ട് ചെയ്തതിന് ശേഷം ഒരു ബ്രഷ് വെച്ചൊക്കെ തേക്കുന്നതാണ് എപ്പോഴും നല്ലത്. ഇത് നിങ്ങളെ കാണിക്കാനും വീഡിയോയിൽ എനിക്ക് എളുപ്പമായതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു മെത്തേഡ് എടുക്കുന്നത്. ഫെവിക്കോൾ അല്ല നമ്മൾ പേപ്പർ ക്യാരി ബാഗ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്, അതിന് പ്രത്യേകം പശയുണ്ട്. ഈ ഒരു പേപ്പറിൻ്റെ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് 100 GSM തൊട്ടുള്ള പേപ്പറിൽ ഇത് ചെയ്യാം. 100 GSM to 120 GSM ഉള്ള പേപ്പറിൽ ഏത് ബാഗും നമുക്ക് ചെയ്യാം. അതിൻ്റെ BF നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തെടുത്താൽ മതി. ഇങ്ങനെ മടക്കി ഒട്ടിച്ചതിന് ശേഷം നമുക്കിതേപോലെ ട്യൂബ് പോലെ കിട്ടി. എന്നിട്ട് നമുക്കിപ്പം ഒരേപോലെ 4 സൈഡും വന്നാൽ മതി. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് നേരെ നടുക്കൂടെ ഒരു മടക്കുക. ഇതായിരിക്കും ഏറ്റവും ഈസിയസ്റ്റ് ആയിട്ടുള്ള മെത്തേഡ്. ഓക്കെ, നേരെ നടുക്കൂടെ മടക്കി. ഇപ്പോൾ അതാ നമുക്കിങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇതൊന്ന് ജസ്റ്റ് മേളിലോട്ട് മടക്കി കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് സ്ക്വയറിന് കിട്ടും. ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് ഗസറ്റ് മടക്കാൻ എളുപ്പമാണല്ലോ. ഏതെങ്കിലും 2 സൈഡ് നമ്മൾ എല്ലാം ഒരുപോലെ ആയതുകൊണ്ട് കൃത്യം ഇന്ന സൈഡൊന്നൊന്നുമില്ല. ഏതെങ്കിലും ഒരു 2 സൈഡ് സെലക്ട് ചെയ്ത് നേരെ നടുക്കോട്ടൊന്ന് ഫോൾഡ് ചെയ്ത് 2 അറ്റവും കറക്റ്റായിട്ട് വെച്ച് ഇങ്ങനെ അങ്ങ് ഫോൾഡ് ചെയ്താൽ നമുക്ക് ഗസറ്റ് മടക്കാനായിട്ട് എളുപ്പമുണ്ട്. ഇത്രയേ ഉള്ളൂ പരിപാടി. മറ്റ് ബാഗ് ചെയ്യുന്നതിനേക്കാളും കുറച്ചും കൂടി ഈസിയാണ് ഈ മെത്തേഡ് ചെയ്ത് കഴിഞ്ഞാൽ. ഇനി നമുക്കിതിൻ്റെ ഗസറ്റ് എത്രയുണ്ടെന്ന് അളവ് നോക്കാം.
4 വശം ഒരേപോലെ ആയതുകൊണ്ട് ഏതെങ്കിലും ഒരു സൈഡ് നമ്മൾ അളന്ന് നോക്കിയാൽ മതി. ഇതിപ്പോൾ 5 ഇഞ്ചാണ് ഇതിൻ്റെ ഗസറ്റ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? ബോട്ടം ഫോൾഡ് ചെയ്യാനായിട്ട് ഗസറ്റ് പ്ലസ് 1 ഇഞ്ചാണ് എപ്പോഴും നമ്മൾ എടുക്കുന്നത്. ഇതിനും അതേപോലെ തന്നെ. അപ്പോൾ 6 ഇഞ്ച് നമ്മളിവിടെ അളന്നെടുത്തു, മാർക്ക് ചെയ്യുന്നു. എന്നിട്ട് ബോട്ടം മുകളിലേക്ക് മടക്കുന്നു. ഇനി സാധാരണ ചെയ്യണ പോലെ തന്നെ നമ്മൾ ബോട്ടം ഫോൾഡ് ചെയ്യുന്നു. ഇതിങ്ങനെ ഒരേപോലെ വരുന്നത് കൊണ്ട് തന്നെ ഇങ്ങനെ ബാഗിൻ്റെ അടിവശം കയറി വരും. അത് മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ നന്നായിട്ട് അങ്ങ് മടക്കി വെച്ചാൽ മാത്രം മതി. കോർണറൊക്കെ കറക്റ്റായിട്ട് വെച്ച് മടക്കിയാൽ മതി. അപ്പോൾ അടിവശത്ത് വേറെ പേപ്പർ വെക്കേണ്ട ആവശ്യവും വരുന്നില്ല. ഇത് ഡബിളായിട്ട് ഇങ്ങനെ കയറി നിൽക്കുന്ന രീതിയിലാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ വേറെ ഒരു പേപ്പർ അകത്ത് വെച്ച് ഒട്ടിക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല. നിർബന്ധമാണെങ്കിൽ ഒരു ഷീറ്റ് അകത്ത് വെച്ചാലും കുഴപ്പമില്ല, ബോട്ടിലിടാനല്ലേ, അപ്പം കുറച്ചും കൂടെ നല്ല സ്ട്രോങ് ആയിട്ട് ഇരുന്നോളും. ഇനി നമുക്ക് ഇത് ഓപ്പൺ ചെയ്ത് ഇവിടെ ഒട്ടിക്കാം. ഇതിൻ്റെ അകത്ത് ഇതെങ്ങനെയാണ് നിൽക്കുന്നത്. അപ്പോൾ ഈ ഭാഗം ഫുള്ള് നമുക്ക് പശ തേക്കാം. ഇത്രയും ഭാഗത്ത് പശ തേച്ച് ഇവിടം ഫസ്റ്റ് നമുക്കിങ്ങനെ ഒട്ടിക്കാം, ഇവിടെയും ഒട്ടിക്കാം. ഇതൊക്കെ നമ്മുടെ യുക്തി പോലെയാണ് കേട്ടോ. എവിടെയൊക്കെയാണ് ഒട്ടേണ്ടത്, അകത്ത് പിടിക്കാതെ എങ്ങനെ നമുക്ക് ബാഗ് ഓപ്പൺ ചെയ്യാൻ പറ്റും എന്നുള്ള നമ്മുടെ ഒരു ഐഡിയ ഉണ്ടല്ലോ. ആ രീതിയിൽ നമുക്ക് പേപ്പർ അങ്ങ് ഒട്ടിച്ചെടുത്താൽ മതി. ഇവിടെയൊക്കെ ഫുള്ള് പശ തേക്കാം. ആ മൂലയിലൊക്കെ കോർണറൊക്കെ നല്ല രീതിയിൽ ഒട്ടുന്ന രീതിയിൽ ഫുള്ള് പശ തേച്ച് ഒട്ടിക്കുക. ഇത് നന്നായിട്ട് വെയിറ്റ് വെക്കണേ, ബോട്ടിലിടേണ്ടതായതുകൊണ്ട് പ്രത്യേകിച്ചും നല്ല പശ തന്നെ യൂസ് ചെയ്യുക. പീലോക്ക് പോലെയുള്ള നല്ല പശകളുണ്ട്, റോയൽ കോള്. ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട് പശയെക്കുറിച്ചുള്ള ഡീറ്റെയിൽസൊക്കെ. ഇതൊക്കെ എല്ലാ ഷോപ്പുകളിലും കിട്ടുന്ന സാധനമല്ല. അതുകൊണ്ട് ഇതിൻ്റെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് പ്രത്യേകം തന്നെയുണ്ട്. ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസൊക്കെ അറിയണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ഡീറ്റെയിൽ ട്രെയിനിങ് ക്ലാസ്സിൽ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്പർ കൊടുക്കുന്നുണ്ട്. ഇതാ എനിക്ക് അപ്പം നമുക്കിത് ഓപ്പൺ ചെയ്തിട്ട് ഒരു ബോട്ടിലൊന്ന് വെച്ച് നോക്കാം, കറക്റ്റാണോ അളവെന്നൊക്കെ. നല്ല സ്ട്രെങ്ത് ഉള്ള പേപ്പറാണ്. നല്ല അടിപൊളിയായിട്ട് ബാഗ് വന്നിട്ടുണ്ട്. ഇത് വേണമെങ്കിൽ ഇങ്ങനെ ബോട്ടിലിട്ടിട്ട് നമുക്ക് മേൽവശം അടക്കുന്ന രീതിയിൽ ചെയ്യാം, അല്ലെങ്കിൽ ഹാൻഡിൽ പിടിപ്പിക്കാം. നമ്മുടെ കയ്യിൽ ഇപ്പം ഹാൻഡിൽ പിടിപ്പിക്കുമ്പോൾ ഇത് ആകെ 5 ഇഞ്ചേ ഉള്ളൂ. അപ്പോൾ അതിനേക്കാളും ചെറിയ ഹാൻഡിൽ, പേപ്പർ ഹാൻഡിൽ തന്നെ വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇതിനകത്ത് മറ്റേ നൈലോൺ ഹാൻഡിലൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാഗ് പൊട്ടിപ്പോകാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ അതാ നമ്മുടെ ബാഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഒരു ബോട്ടിൽ വെച്ച് നോക്കാം കറക്റ്റ് അളവാണോ എന്ന്. ബോട്ടിൽ വെച്ചിട്ടുണ്ട്, കറക്റ്റ് ഹൈറ്റും കാര്യങ്ങളും ഒക്കെയാണ്. അപ്പോൾ അതാ നമുക്ക് ഇത് കറക്റ്റായിട്ട് ഒട്ടണം കേട്ടോ. കുറച്ച് നേരം ഒട്ടി അതിൻ്റെ ഉണങ്ങിയതിന് ശേഷം മാത്രം ബോട്ടിലൊക്കെ വെച്ച് ചെക്ക് ചെയ്യുക. കഴിഞ്ഞ തവണ നമ്മൾ ബോട്ടിൽ ചെക്ക് ചെയ്തപ്പോഴത്തേക്കും ഫുൾ ബോട്ടിലായിരുന്നു വെച്ചിരുന്നത്. അന്നേരം എൻ്റെ ഒരു ഫുൾ ബോട്ടിലുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യത്തെ വൈൻ ബോട്ടിലിൻ്റെ വീഡിയോ കണ്ടാൽ മതി. ഈ പ്രാവശ്യം എനിക്ക് കാലി ബോട്ടിലേ കിട്ടിയുള്ളൂ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്തായാലും നല്ല സ്ട്രെങ്ത് ഉള്ള ബാഗാണ്. നമുക്കിതിൽ പേപ്പർ ഹാൻഡിലോ വെക്കുന്നതാണ് ഏറ്റവും ഉചിതം കേട്ടോ. നമ്മുടെ നൈലോൺ ഹാൻഡിലൊക്കെ നമ്മൾ ഇത് ഹോളടിച്ച് നൈലോൺ ഹാൻഡിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഹോളിൽ നിന്ന് ഊരിപ്പോകാനൊക്കെ സാധ്യതയുണ്ട്. ക്ലിപ്ഡ് ഹാൻഡിൽ ഇട്ടാലും അത്ര സേഫ് ആയിരിക്കത്തില്ല. ബോട്ടിലായതുകൊണ്ട് എപ്പോഴും പേപ്പർ ഹാൻഡിൽ ഇടുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ചെയ്ത് നോക്കുക. അളവൊക്കെ കൃത്യമായിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. മനസ്സിലാകാത്തവർ ഒന്നും കൂടി അളവിൻ്റെ പോർഷൻ ഒന്ന് പോസ് ചെയ്ത് എഴുതി ഒക്കെ നോക്കിയിട്ട് ഇതുപോലെ പേപ്പർ കട്ട് ചെയ്തിട്ട് ചെയ്ത് നോക്കുക കേട്ടോ. നമ്മുടെ വീഡിയോസ് കണ്ടിട്ട് ഒരുപാട് ആൾക്കാർ കോണ്ടാക്ട് ചെയ്യുന്നുണ്ട്. വിളിക്കുന്നവർ കുറച്ച് പേര് ജോയിൻ ചെയ്യുന്നുണ്ട്, കുറച്ച് പേര് എന്തോ താല്പര്യമില്ലാത്തത് കൊണ്ട് ജോയിൻ ചെയ്യുന്നില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മൾ ഇത്രയും കുറഞ്ഞ ഫീസ് വെച്ചിരിക്കുന്നത് കൊണ്ടാണോ ഇനി ആൾക്കാർക്ക് നമ്മുടെ ക്ലാസ്സിൻ്റെ ക്വാളിറ്റിയിൽ എന്തെങ്കിലും സംശയം ഉള്ളതുകൊണ്ടാണോ ജോയിൻ ചെയ്യാത്തതെന്നുള്ള താല്പര്യം. അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. കാരണം ഫീസ് കുറഞ്ഞു കഴിഞ്ഞാൽ അവർ അത്രയും ഇത്രയ്ക്ക് കാണുള്ളൂ എന്നുള്ളൊരു ധാരണ ഉണ്ടാവും. പക്ഷെ ഒന്ന് മനസ്സിലാക്കുക, നമ്മൾ ഈ ഒരു 3 വർഷത്തോളമായിട്ട് ഓൺലൈനിൽ ട്രെയിനിങ് കൊടുത്ത് 500-ലധികം ആൾക്കാർ ഓൺലൈനിൽ മാത്രവും 2000-ലധികം ആൾക്കാർക്ക് ഡയറക്റ്റായിട്ട് നമ്മൾ ട്രെയിനിങ് കൊടുത്തിട്ടുണ്ട്.
ഇതിൽ 80% ആൾക്കാരും സ്വന്തം സംരംഭം തുടങ്ങി നല്ല രീതിയിൽ വിജയിപ്പിച്ച് മുന്നോട്ട് പോകുന്നുള്ളതിൻ്റെ ഒരു ചാരിതാർത്ഥ്യം തീർച്ചയായിട്ടും ഞങ്ങൾക്കുണ്ട്. ഇത് ഇപ്പോൾ ജോയിൻ ചെയ്തിട്ടുള്ള റീസെൻ്റ് ആയിട്ട് ജോയിൻ ചെയ്തിട്ടുള്ള ഒരു 20% ആൾക്കാർ മാത്രമാണ് ഇതിന് സംരംഭം തുടങ്ങാനുള്ളത്. ബാക്കി ജോയിൻ ചെയ്തിട്ടുള്ള എല്ലാവരും തന്നെ അവരുടെ സംരംഭങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് നല്ല രീതിയിൽ വിജയിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. കാരണം നമ്മളിതൊരു ലൈഫ് ടൈം സപ്പോർട്ടാണ് കൊടുക്കുന്നത്. ജസ്റ്റ് നിങ്ങൾ ഇങ്ങനെയൊക്കെ ബാഗ് ഉണ്ടാക്കൂ എന്ന് പറയുന്ന അത് നോർമലി നമ്മുടെ യൂട്യൂബ് ചാനലിലടക്കം ഒരുപാട് യൂട്യൂബ് ചാനലിൽ ബാഗ് ഉണ്ടാക്കാനുള്ള വീഡിയോസ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ പഞ്ചായത്തിൻ്റെ ഫ്രീ ട്രെയിനിങ് പോലും ഉണ്ട്. ഗവൺമെൻറ് ഓർഗനൈസേഷൻസ് വഴി ബാങ്കുകൾ വഴി ഫ്രീ ട്രെയിനിങ് ബാഗ് ഉണ്ടാക്കാനായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് പേപ്പർ ബാഗ് ഉണ്ടാക്കുക എന്ന് പറയുന്ന കാര്യം എല്ലാവർക്കും ചെയ്യാവുന്നതാണ്. പക്ഷേ ഇതൊരു ബിസിനസ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ തരണം ചെയ്യേണ്ട ഒരുപാട് കടമ്പകളുണ്ട്. അത് കൃത്യമായിട്ട് മനസ്സിലാക്കണമെങ്കിൽ 100% ഞാൻ പറയാം, നക്ഷത്രാസ് വ്ലോഗ് എന്ന് പറയുന്ന നമ്മുടെ ചാനലിലൂടെ നമ്മുടെ ഗ്രൂപ്പിലൂടെ ഞങ്ങൾ കൊടുക്കുന്ന ട്രെയിനിങ്ങിന് മാത്രമേ സാധിക്കത്തുള്ളൂ. അത് ഇത്രയും വർഷം കൊണ്ട് ഞങ്ങൾക്ക് അനുഭവമായിട്ടുള്ള കാര്യമാണ്. മറ്റ് പലയിടത്തും ഫ്രീ ട്രെയിനിങ്ങും കാര്യങ്ങളും ഒക്കെ അറ്റൻഡ് വന്നിട്ടുള്ളവർ അനുഭവിച്ച അവരുടെ പ്രശ്നങ്ങൾ നമ്മളോട് നേരിട്ട് പറഞ്ഞിട്ടുള്ളതിൽ നിന്ന് ഞങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ട്രെയിനിങ് അറ്റൻഡ് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് പോലും യാതൊരു സംശയങ്ങളും ഈ മേഖലയിൽ ഉണ്ടാവില്ല. അവർ ക്ലിയർ കട്ടായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോകും. 24 hours ഓപ്പൺ ആയിട്ടുള്ള ടീം നമുക്കുണ്ട്. എല്ലാ സംശയങ്ങളും ക്ലിയർ ചെയ്ത് പോയിട്ട് നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ബിസിനസ് മേഖലയിൽ മാത്രമല്ല, ഒരു ബേസിക് ആയിട്ട് ഒരു സംരംഭം തുടങ്ങാൻ എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞു തരുന്നത്. മാത്രമല്ല നിങ്ങളുടെ ഒരു ആറ്റിറ്റ്യൂഡ് അത് ഡെവലപ്പ് ആവുകയും ചെയ്യുന്നു. നിങ്ങളുടെ കോൺഫിഡൻസ് ഡെവലപ്പ് ആകും. നിങ്ങൾ പിന്നെ എന്തും ചെയ്യാനുള്ള തയ്യാറാകുന്ന രീതിയിലുള്ള ഒരു കോൺഫിഡൻസ് നിങ്ങൾക്ക് കിട്ടും എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അതുപോലെ ഈ ഒരു പേപ്പർ ക്യാരി ബാഗ് മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഏതൊക്കെ മെറ്റീരിയൽസ് യൂസ് ചെയ്യണം, ഇത് എവിടെ നിന്ന് വാങ്ങിക്കും, പേപ്പർ എവിടെ കിട്ടും എന്നുള്ളത് എല്ലാവരുടെ മുന്നിലുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. നമ്മളുടെ കയ്യിൽ കംപ്ലീറ്റ് കേരളത്തിൽ ഇതുവരെ പേപ്പർ ഡീലിങ്സ് ആരംഭിച്ചിട്ടുള്ള ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെയും കോൺടാക്ട് ഡീറ്റെയിൽസ് ഉണ്ട്. അത് നമുക്ക് ഈ ട്രെയിനിങ്ങിലൂടെ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുമാത്രമല്ല നിങ്ങൾക്ക് ഇതിൻ്റെ പ്രിൻറ്റിംഗ് ഡീറ്റെയിൽസ്, പിന്നെ മാർക്കറ്റിംഗ് ആണ് വേറൊരു വലിയ കടമ്പ എന്ന് പറയുന്നത്. അപ്പം കസ്റ്റമർ ഡീലിങ്സും മാർക്കറ്റിങ്ങും നമ്മൾ ഇതിലൂടെ പഠിപ്പിക്കുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഉൾപ്പെടെ നമ്മുടെ ട്രെയിനിങ്ങിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗും കൂടെ ഉൾപ്പെടുത്തി വരുമ്പോഴത്തേക്കും നമ്മുടെ ട്രെയിനിങ് ഫീസ് ഇതൊന്നും ആയിരിക്കത്തില്ല. ഫീസ് ഡീറ്റെയിൽസ് അറിയാനായിട്ട് നമ്മളെ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. വാട്സപ്പ് നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ നല്ലൊരു തുക മുടക്കി തന്നെയാണ് ഈ ഡിജിറ്റൽ മാർക്കറ്റിങ്ങും കാര്യങ്ങളും ഞാൻ പഠിച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഡീറ്റെയിൽസ് നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്ത് തരണമെന്നുണ്ടെങ്കിൽ നമ്മൾ അത്യാവശ്യം ഫീസ് വാങ്ങിച്ചിട്ട് തന്നെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യൂ. പക്ഷേ ഇപ്പോൾ ജോയിൻ ചെയ്യുന്നവർക്ക് തീർച്ചയായിട്ടും നമ്മുടെ പഴയ ഫീസിൽ തന്നെ ജോയിൻ ചെയ്യാനും സാധിക്കും എന്നുള്ളതാണ് ഒരു കാര്യം. അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കൂടെ നമ്മുടെ ട്രെയിനിങ്ങിൽ ഇപ്പോൾ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ട്രെയിനിങ് അറ്റൻഡ് ചെയ്ത് സ്വന്തമായിട്ടൊരു സംരംഭം തുടങ്ങി വിജയിപ്പിക്കണമെന്ന് ആഗ്രഹമുള്ളവർ തീർച്ചയായിട്ടും നമ്മുടെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, അല്ലെങ്കിൽ ആ നമ്പറിൽ തന്നെ വിളിക്കാം. ഡയറക്റ്റായിട്ട് എൻ്റെ അടുത്ത് ഞാൻ തന്നെയായിരിക്കും ഫോൺ എടുക്കണം, എൻ്റെ അടുത്ത് സംസാരിക്കാം. കഴിഞ്ഞ ദിവസം നമ്മൾ ഇട്ട വീഡിയോ 1000 പേരാണ് കണ്ടിരിക്കുന്നത് ഇതുവരെ. അപ്പോൾ 1000 പേര് കണ്ടതിൽ ആകെ 2 പേരാണ് കമൻറ്റ് ചെയ്തത്. അതിലൊരു 24 പേരോളം ലൈക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം എനിക്ക് പറയാനുള്ളത് ഇത്രേ ഉള്ളൂ. കാരണം നിങ്ങൾ കാണുന്നവർ, ഈ ഒരു വീഡിയോ കാണുന്നവർ തീർച്ചയായിട്ടും പേപ്പർ ക്യാരി ബാഗ് സംരംഭത്തെക്കുറിച്ചോ അല്ലെങ്കിൽ പേപ്പർ ക്യാരി ബാഗ് ആവശ്യമുള്ള ആളുകളോ ആയിരിക്കും. അല്ലാതെ എന്തെങ്കിലും ഒരു ബിസിനസ് സംബന്ധമായിട്ടുള്ള രീതിയിൽ അറ്റാച്ച് ചെയ്ത് നിൽക്കുന്ന ആൾക്കാരായിരിക്കും ഇത് കാണുന്നത്. അല്ലാതെ ആവശ്യമില്ലാത്തവർ ഇങ്ങനെയുള്ളൊരു വീഡിയോ കാണില്ല. അപ്പോൾ കാണുന്നവർ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് 100% പ്രയോജനപ്പെടുന്നു ഞങ്ങൾക്ക് ഉറപ്പുള്ളത് കൊണ്ടാണ് ഇത്തരം വീഡിയോസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇത്രയും എഫേർട്ട് എടുത്ത വീഡിയോസ് ചെയ്യുമ്പോൾ അത് നിങ്ങൾക്ക് ഇത്രയും പ്രയോജനപ്രദമായിട്ടുള്ള വീഡിയോസ് ചെയ്യുമ്പോൾ അത് കാണുന്നവർ ഒരു ലൈക്ക് അല്ലെങ്കിൽ ഒരു കമൻറ്റ്, അറ്റ്ലീസ്റ്റ് ഒരു ഇമോജി എങ്കിലും ഒന്ന് ഇടണം എന്നുള്ളൊരു അഭ്യർത്ഥന കൂടി ഞങ്ങൾക്കുണ്ട്. എന്ന് വെച്ചാൽ അതാണ് ഞങ്ങൾക്കൊരു പ്രോത്സാഹനം. കൂടുതൽ വീഡിയോസ് മുന്നോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു പ്രോത്സാഹനം അത് തന്നെയാണ്. അല്ലെങ്കിൽ നമുക്ക് ഒരു മടുപ്പ് തോന്നും, ഇതെന്താണ് ഇത്രയും എഫേർട്ട് എടുത്ത് വീഡിയോ ചെയ്തിട്ട് ആരും ഒരു ലൈക്ക് പോലും ചെയ്യുന്നില്ല എന്നത് ശരിക്കും മനമടിപ്പിക്കുന്ന ഒരു സംഭവം തന്നെയാണ്. അതുകൊണ്ട് അത് മറക്കാതെ എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണേ. അപ്പോൾ മറ്റൊരു പ്രയോജനപ്രദമായ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.